ഹായ് ഫ്രണ്ട്സ്, പ്രകാശരശ്മികൾ ഉണ്ടാക്കുന്നത് എങ്ങനെ? ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് മരങ്ങൾക്കിടയിലൂടെ സൂര്യപ്രകാശം വരുന്ന രീതിയിലുള്ള എഫക്റ്റ് എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമായി നമുക്ക് ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു. ഞാനൊരു കോപ്പി എടുക്കുന്നുണ്ട്. Ctrl+J അമർത്തി കഴിഞ്ഞാൽ നമുക്കതിനൊരു കോപ്പി കിട്ടും. അവസാനം നമുക്ക് ആദ്യം എങ്ങനെയായിരുന്നു എഫക്റ്റ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു കോപ്പി എടുത്ത് വെച്ചിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ഇമേജിൻ്റെ പ്രോപ്പർട്ടീസിൽ എക്സ്പോഷർ കുറച്ച് മാറ്റുന്നു, കുറച്ച് കൂട്ടി ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ബ്രൈറ്റ്നസ് ആൻഡ് കോൺട്രാസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം നമുക്കിതിൻ്റെ ലൈറ്റ് റേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ കളർ റേഞ്ച് സെലക്ട് ചെയ്യാണ്. ഞാൻ മേലെ സെലക്റ്റിൻ്റെ ഭാഗത്ത് ഹൈലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം ഫസ്റ്റ്നെസ് ഞാൻ കുറച്ച് കൂട്ടിയിട്ടുണ്ട്. നമുക്ക് മാക്സിമം ലൈറ്റ് വരുന്ന ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ റേഞ്ചസ് ഞാൻ ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെടുക്കുന്ന ഇമേജിനനുസരിച്ച് നിങ്ങളത് കൃത്യമായി നോക്കി അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്ക് കാണാം സൺലൈറ്റ് വരുന്ന ഭാഗം മാത്രമായിട്ട് അത് സെലക്ട് ആയിട്ടുണ്ട്. ഹൈലൈറ്റ് ഏരിയ മാത്രം സെലക്റ്റായി. അത് നമുക്ക് മറ്റൊരു ലെയറാക്കി മാറ്റാം. Ctrl+J അമർത്തി കഴിഞ്ഞാൽ വേറെ ലെയറായി. ആ ലെയറിന് ഞാൻ പേര് കൊടുക്കുകയാണ്. ഹൈലൈറ്റ് എന്ന് പേര് കൊടുക്കുന്നു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ ലൈറ്റ് റേസ് എഫക്റ്റ് കൊടുക്കണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ ലെയറിനെ നമുക്ക് സ്മാർട്ട് ഫിൽറ്ററായിട്ട് കൺവേർട്ട് ചെയ്യണം. അതെന്തിനാണെന്ന് പറഞ്ഞാൽ പിന്നീട് കൊടുക്കുന്ന എഫക്റ്റുകൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമുക്ക് സ്മാർട്ട് ഫിൽറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ആ എഫക്റ്റുകൾക്ക് മാറ്റം വരുത്താൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഫിൽറ്റർ ഗാലറിയിലെ കൺവേർട്ട് ടു സ്മാർട്ട് ഫിൽറ്റർ എഫക്റ്റ് കൊടുക്കുക. അപ്പോൾ ഓക്കെ കൊടുത്തതിന് ശേഷം നമുക്കത് സ്മാർട്ട് ഫിൽറ്ററായിട്ട് മാറുന്നത് കാണാം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഫിൽറ്റർ ഗാലറിയിലേക്ക് തന്നെ പോവാം. ഫിൽറ്റർ ഗാലറിയിലെ ബ്ലർ എഫക്റ്റാണ്. ബ്ലർ എഫക്റ്റിൽ ഞാൻ കൊടുക്കുന്നത് റേഡിയൽ ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇത് സ്പിന്നിലായിരിക്കും ഉണ്ടാവുക. അത് സൂമിലേക്ക് മാറ്റുക. അതിനുശേഷം എമൗണ്ട് 100%ലേക്ക് മാറ്റുക. 100 കൊടുത്തു. ഈ ഗുഡ് ക്വാളിറ്റി എന്നുള്ള ഡ്രാഫ്റ്റിലേക്ക് മാറ്റി ഓക്കെ കൊടുത്തു. ഈ ഡ്രാഫ്റ്റിലേക്ക് മാറ്റുന്നത് പെട്ടെന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, പെട്ടെന്ന് ആ എഫക്റ്റ് ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഇനിയും എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും ഈ ബ്ലറിൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ സൺലൈറ്റ് വരേണ്ട പോയിൻറ്റ്, അതിൻ്റെ സെൻറ്റർ പോയിൻറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക് കഴിയും. വീണ്ടും ആ റേഡിയൽ ബ്ലറിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് പോയിൻറ്റിലേക്ക് നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. ഇപ്പോൾ കറക്റ്റായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഓക്കെ കൊടുത്തു. കറക്റ്റാണ്. വീണ്ടും നമുക്ക് ആ റേഡിയൽ ബ്ലറിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. നമ്മൾ കൊടുത്ത എഫക്റ്റിൽ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിലേക്ക് മാറും. എന്നിട്ട് ഈ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഭാഗം നമുക്ക് മാറ്റിയിട്ട് ഗുഡ് ക്വാളിറ്റിയിലേക്ക് കൊടുക്കാം. അപ്പോൾ അത് ലോഡാവാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ഡ്രാഫ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. കാരണം ഓരോ പ്രാവശ്യവും നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്ന സമയത്ത് ഇത്രയും സമയം എടുക്കണ്ട എന്ന് വിചാരിച്ചതുകൊണ്ട് മാത്രമാണ് ഡ്രാഫ്റ്റിലേക്ക് മാറ്റിയത്. ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളത് ഗുഡ് ക്വാളിറ്റിയിലേക്ക് മാറ്റി എഫക്റ്റ് റേഡിയൽ ബ്ലർ എഫക്റ്റ് ലോഡ് ചെയ്യാണ്. ഇത്തിരി സമയമെടുക്കും. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ലൈറ്റ് റേസ് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ എമൗണ്ട് കുറച്ചുകൂടെ കൂട്ടണം. അതിന് ചെയ്യാനുള്ളത് നമുക്ക് ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് Ctrl+J അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിൻ്റെ കോപ്പി എടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഈ ലൈറ്റ് റേസിൻ്റെ എമൗണ്ട് നമുക്ക് വലുതാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ കൊടുത്തിട്ടുള്ളത് ഒരു 3 കോപ്പിയാണ്. ആ 3 കോപ്പി എടുത്തതിന് ശേഷം നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങൾക്ക് 3, 4, 5 എത്ര
കോപ്പി വേണമെങ്കിലും എടുക്കാം, അതിനെ നിങ്ങളുടെ ഇമേജിന് ആവശ്യത്തിനനുസരിച്ചുള്ള. അതിനുശേഷം അത്രയും ലെയറുകൾ ഞാൻ സെലക്ട് ചെയ്തു. കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സെൻറ്റർ പോയിന്റിൽ നിന്നും ആ ലൈറ്റ് റേസ് പോകുന്ന എല്ലാ ഭാഗത്തും അത്രയും എമൗണ്ട് ലൈറ്റ് കടന്നു പോകുന്നുണ്ട്. സാധാരണ സൺലൈറ്റ് അങ്ങനെയല്ലല്ലോ വരുന്നത്, ലാസ്റ്റ് ഭാഗത്തേക്കൊക്കെ കുറച്ച് ബ്ലറായി മാറും. അപ്പോൾ അതിന് വീണ്ടും നമ്മൾ ബ്ലർ ഗാലറിയിൽ പോയതിന് ശേഷം നമുക്ക് ഫീൽഡ് ബ്ലർ കൊടുക്കുന്നു. ഫീൽഡ് ബ്ലർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സെൻറ്ററിലൊരു പോയിൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ സെൻറ്റർ പോയിൻ്റ് നമുക്ക് ലൈറ്റ് റേസ് എവിടെ നിന്നാണോ വരുന്നത് അവിടത്തേക്ക് നീക്കി വെച്ചു. അതിനുശേഷം അവിടെ ബ്ലർ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ആ ബ്ലർ 0 മാറ്റി, 0 പോയിന്റിലേക്ക് മാറ്റി. അടുത്ത പോയിന്റ് ഞാൻ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അത് ആ ബ്ലർ ഞാൻ കുറച്ചുകൂടെ കൂട്ടിയിടുന്നു. അപ്പോൾ ആ ഭാഗത്തേക്ക് വന്നിട്ടുള്ള ലൈറ്റിൻ്റെ ആ തിക്നെസ് കുറച്ച് കുറയുന്നത് കാണാം. അങ്ങനെ ഓരോ പോയിന്റുകളും നമുക്ക് ഇതിന് ചുറ്റും നമുക്ക് സെലക്ട് ചെയ്ത് മാറ്റാൻ പറ്റും. ഓരോരോ പോയിന്റ് എടുത്തതിന് ശേഷം ആ ബ്ലർ എഫക്റ്റ് കൂട്ടിയിടുന്നു. 0% നിന്നും ഞാൻ കൂട്ടിയിട്ടുണ്ട്, ഒരു 30-35 ആ ഭാഗത്തേക്ക് മാറ്റി. അപ്പം ഈ ലൈറ്റ് റേസിന് ചുറ്റും ഞാൻ ഈ എഫക്റ്റ് കൊടുത്തു. ബ്ലർ എഫക്റ്റ് ഫീൽഡ് ബ്ലറാണ്. ഇങ്ങനെ എല്ലാ പോയിന്റുകളും സെലക്ട് ചെയ്തിട്ട് ഓരോ പോയിന്റിനെയും സെപ്പറേറ്റ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ ഫീൽഡ് എഫക്റ്റ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം മേലെ കാണുന്ന ഓക്കെ ബട്ടൺ അമർത്തുക. ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ നമുക്ക് ആ എഫക്റ്റ് ഏതാണ്ട് കൃത്യമായി അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമെങ്കിൽ ഈ ലൈറ്റ് റേസിൻ്റെ കളറ് ഒന്ന് മാറ്റിയെടുക്കാം. ഒരു യെല്ലോ ഷെയ്ഡ് നമുക്ക് ചെയ്യാവുന്നതാണ്. അതിനു മുമ്പായിട്ട് നമുക്ക് ചില ഭാഗങ്ങളിലുള്ള ആ തിക്നെസ് അത്രയും കട്ടിക്ക് നമുക്ക് വേണ്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യാൻ പോകുന്നത് ബ്രഷ് ടൂൾ എടുത്തു. ബ്രഷ് ടൂളിന് ശേഷം നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് അത് മാസ്ക് ചെയ്തിട്ടുണ്ട് ഞാൻ. ആ മാസ്ക് ചെയ്തതിന് ശേഷം ഫോർഗ്രൗണ്ട് കളറ് ബ്ലാക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രഷ് ടൂള് മാക്സിമം വലുതാക്കുക. അതിന് ശേഷം നമുക്ക് ഈ ലൈറ്റ് റേസിൻ്റെ ചുറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു തിക്നെസ് അവിടുന്ന് ഒഴിവാക്കി കിട്ടും. ഓക്കെ കൊടുത്തു. ശേഷം അതിൻ്റെ പ്രോപ്പർട്ടി ഞാൻ നോർമലിൽ നിന്നും സ്ക്രീനിലേക്ക് മാറ്റുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഇത് മനസ്സിലാവും, കാരണം ഇത്രയും വേറൊരു ലെയറായിട്ട് തന്നെ കിടക്കുന്നതുകൊണ്ട് തന്നെ ആ മരത്തിൻ്റെ മുകളിൽ ബാക്കിലെ ആ മരം തീരെ കാണാത്ത രീതിയിലായിരുന്നു ലൈറ്റ് റേസ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആ സ്ക്രീനിൽ എഫക്റ്റിലേക്ക് മാറ്റിയപ്പോൾ നമുക്കതിനുള്ളിലൂടെ ആ മരം കൂടെ കാണുന്ന ഒരു ആ രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. നമുക്ക് ഇതുണ്ടല്ലേ സോഫ്റ്റ് ലൈറ്റ്, അതിൻ്റെ എഫക്റ്റുകൾ മാറ്റി നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം ഞാൻ എന്തായാലും സ്ക്രീനിലേക്ക് തന്നെയാണ് കൊടുക്കുന്നത്. സ്ക്രീൻ എഫക്റ്റാണ് ഇട്ടിട്ടുള്ളത്. നമുക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ഞാൻ അതിൻ്റെ എഫക്റ്റിൽ സോളിഡ് കളർ കൊടുക്കുന്നു. സോളിഡ് കളർ കൊടുത്തതിന് ശേഷം ഞാനൊരു ലൈറ്റ് യെല്ലോ ഷെയ്ഡാണ് അതിന് കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. അത് ഞാൻ മുമ്പ് കൊടുത്തിട്ടുള്ള ലെയറുമായിട്ട് ക്ലിപ്പിംഗ് മാസ്ക് കൊടുക്കുകയാണ്. അതിനുവേണ്ടി ആൾട്ട് അമർത്തി പിടിച്ചതിന് ശേഷം നമുക്ക് ആ കർസർ കൊണ്ടുപോയിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ ലൈറ്റ് എഫക്റ്റിലേക്ക് മാത്രമായിട്ട് ക്ലിപ്പ് ചെയ്ത് വരും. അതിനുശേഷം അത് ആ മാസ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ ലൈറ്റ് റേസിനൊരു യെല്ലോ ഷെയ്ഡ് വന്നു. മരങ്ങൾക്കിടയിലൂടെ എന്താ പറയുക ഗോൾഡൻ കളറിലുള്ള സൂര്യരശ്മികൾ കടന്നു വരുന്നത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഞാനത് സേവ് ചെയ്യുന്നു. JPEG ഇമേജായിട്ട് സേവ് ചെയ്ത് മാറ്റുകയാണ്.
ഇതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കൂടെ അമർത്തിക്കഴിഞ്ഞാൽ ഇനിയും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കാണാം നമുക്ക് ആദ്യം എങ്ങനെയായിരുന്നു ഈ ലൈറ്റ് എഫക്റ്റ് കൊടുത്തതിന് ശേഷം എങ്ങനെയായിരുന്നു എന്നുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.